ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ ഉടനെ ഒരു ജോബ് എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ പറ്റുമോ? തീർച്ചയായും. മേൺസ്റ്റാക്സ് ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മേൺസ്റ്റാക്സിൻ്റെ പ്രത്യേകതയാണ്. നമ്മളൊരു പ്രോജക്റ്റ്, ഏത് ടൈപ്പ് പ്രോജക്റ്റ് ആയിക്കോട്ടെ, നമ്മളത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, അതേപോലെ സെർവർ സൈഡ്, അതുപോലെ പിന്നെ ഡാറ്റാബേസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മേൺസ്റ്റാക്സ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നല്ല ഡെവലപ്പർക്ക് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റാർട്ടപ്പിലും ഒരു പ്രൊജക്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാം. നമുക്കൊരു പുതിയൊരു എംപ്ലോയിനെ ഹയർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ബേസിക്കലി തുടക്ക സമയത്തൊന്നും അധികം എംപ്ലോയീസ് നമുക്ക് ഉണ്ടാവില്ല, സ്റ്റാർട്ടപ്പ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് എൻഡ് ആണെങ്കിലും ശരി, അതിന് റെസ്പോൺസീവ് ഏരിയ ആണെങ്കിൽ റെസ്പോൺസീവും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത്യാവശ്യം ആനിമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ CSS വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ഓക്കെയാണ്. പിന്നെ റിയാക്ട് വെച്ച് ഫ്രണ്ട് എൻഡ് നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സെർവർ സൈഡ് ആണെങ്കിൽ Node.js വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. DB ആണെങ്കിൽ MongoDB വെച്ച് ചെയ്തു. ഈ സെറ്റപ്പ് എല്ലാം ചെയ്തൊരു ക്ലബ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചെയ്തിട്ട് നമുക്കൊരു ബേസിക്കലി ഒരു ഗിറ്റ്ഹബിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഡെവോപ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ ഇത് കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വരെ നോളേജ് നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് ഡെലിവറി കൊടുക്കാമെന്ന് നമുക്ക് പഠിക്കും. ഇനി ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി വരെ കൊടുക്കാൻ അവർക്ക് ഉള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോവുക. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, പിന്നെ അത് ഒരു റിക്വയർമെൻറ്റ് എങ്ങനെ ചോദിച്ചറിയണം, ടെക്നിക്കൽ പരമായിട്ടല്ലാത്ത കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ, പിന്നെ പ്രൈസിങ് എങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരു സ്റ്റുഡൻറ്റിന് പുറത്തുനിന്ന് അറിയേണ്ടി വരിക. പുറത്തുനിന്ന് പറഞ്ഞാൽ വേറെ കോഴ്സല്ല, നമ്മളെ കോഴ്സിന് അല്ലാത്ത കാര്യങ്ങൾ അറിയേണ്ടി വരിക. അപ്പോൾ അതെല്ലാം നമ്മൾ ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ട് ചെയ്യാം. മേൺസ്റ്റാക്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പായിട്ട് സിമ്പിളായിട്ട് ചെയ്യാം.